ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഏറ്റവും വലിയ രണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിദേശ നാണ്യ ശേഖരത്തിൽ നിന്നും നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നമ്മളുടെ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതിനും വേണ്ടിയാണ്. നമ്മൾ വിദേശ നാണ്യ ശേഖരം നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ടി വരുന്നത്. എണ്ണയുടെ ഉപഭോഗവും അതുപോലെ തന്നെ ആയുധ ശേഖരവും ഒക്കെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കുമൊക്കെ എണ്ണ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് പൂർണ്ണമായിട്ടും നിർമ്മിച്ച് നമ്മുടെ സേനയ്ക്ക് നൽകാൻ കഴിയുന്നത് വരെ നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചേ വരത്തുള്ളൂ. പക്ഷേ ഇപ്പോഴും ഇന്ത്യ നല്ലൊരു ശതമാനവും ആയുധങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിദേശ നാണയം ഫോറിൻ കറൻസി റിസർവിൽ നിന്നും നമുക്ക് എപ്പോഴും നല്ലൊരു ശതമാനം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റൊട്ടനവധി ഇമ്പോർട്ടുകൾക്ക് വേണ്ടി നമുക്ക് ഫോറിൻ കറൻസി ചെലവഴിക്കേണ്ടതുണ്ട്. എന്നാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളേക്കാണ് നമ്മുടെ ഏറ്റവും അധികം ഫോറിൻ കറൻസി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് എണ്ണയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതികൾ എന്ന് വെച്ചാൽ ക്രൂഡ് ഓയിൽ നമ്മുടെ രാജ്യത്ത് അത്യാവശ്യം നല്ല അളവിൽ ഖനനം ചെയ്തെടുക്കുവാനും പ്രോസസ്സിംഗ് ഒക്കെ ഇന്ത്യയിൽ, കാരണം നമ്മൾ കൊണ്ടുവരുന്നതെല്ലാം ക്രൂഡ് ഓയിലായിട്ടാണല്ലോ, പിന്നെ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണല്ലോ. അപ്പോൾ എണ്ണ പ്രോസസ്സിങ് റിഫൈനറീസിന് അല്ലെങ്കിൽ ഓയിൽ റിഫൈനിങ് നമുക്ക് വിഷയമല്ല. പക്ഷേ നമുക്ക് ക്രൂഡ് ഓയിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് സ്വന്തമായി എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരവസ്ഥ നമുക്കുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഈ വലിയൊരു പ്രശ്നം നമുക്ക് മറികടക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പം ഒരു ശുഭകരമായ വാർത്ത, നമ്മളുടെ ആൻഡമാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആൻഡമാൻ ദ്വീപിന് അകലെയുള്ള 2 ലക്ഷം കോടിയോളം ലിറ്റർ എന്ന അസംസ്കൃത എണ്ണ ശേഖരം ഉണ്ട്. അത് അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഏകദേശം 1700 ലക്ഷം കോടിയുടെ സമ്പദ് വ്യവസ്ഥയാകും ഇന്ത്യ വൻ പ്രതീക്ഷയുമായിട്ട് ഇപ്പോഴത്തെ സർക്കാർ. അപ്പോൾ അതിനുവേണ്ടിയുള്ള പിന്നെ പഠനങ്ങളും അല്ലെങ്കിൽ എക്സ്പ്ലോറേഷനും ഒക്കെ ഇനിയും നടക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള 85%-ലധികവും ക്രൂഡ് ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഈ ചെലവുകൾ എന്താണെന്ന് നമുക്ക് ഊഹിക്കാമെന്ന് വരും. അപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഓയിലിൻ്റെ വില കൂടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. നമ്മുടെ ഫോറിൻ കറൻസി കൂടുതൽ നമുക്ക് ചെലവഴിക്കേണ്ടി വരും. അപ്പം രാജ്യത്തിന് അത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് വലിയൊരു ക്രൈസിസ് ആണ് എപ്പോഴും പറയുന്നത്. അപ്പം നമുക്ക് രാജ്യത്ത് സ്വന്തമായി ഖനനം ചെയ്തെടുക്കുവാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് ഒരു പകുതിയോളമെങ്കിലും തീർച്ചയായിട്ടും റീസണബിൾ ആയിട്ടുള്ള ഒരു മെഷറിൽ അല്ലെങ്കിൽ ലെവലിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടെടുക്കാൻ നമ്മുടേതായിട്ടുള്ള പലയിടത്തും കാണും. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് എന്താണ് പറയുക, കണ്ടുപിടിച്ചും പിന്നെ അതിനെ ഖനനം ചെയ്തൊക്കെ എടുക്കണം നമുക്ക്. അപ്പം ഇങ്ങനൊരു അസംസ്കൃത എണ്ണശേഖരം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പര്യവേഷണ ഒരുക്കങ്ങൾ പൂർത്തിയായെന്നാണ് നമ്മുടെ കേന്ദ്രമന്ത്രി പറയുന്നത്. ഇത് ഗയാന എന്ന് പറയുന്ന ഒരു സൗത്ത് അമേരിക്കൻ രാജ്യമുണ്ട്. അപ്പോൾ ഈ സൗത്ത് അമേരിക്കൻ രാജ്യത്ത് ഇതിന് സമാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം അടുത്ത കാലത്ത് നടത്തിയിരുന്നു. അതായത് എക്സോൺ മൊബിൽ ഹെസ് കോർപ്പറേഷൻ, സീനൂക്ക് ചൈനയുടെ നാഷണൽ ഓയിൽ കമ്പനിയാണ്. എക്സോൺ മൊബൈലൊക്കെ പടിഞ്ഞാറൻ അമേരിക്കൻ കമ്പനിയാണ്. ഹെസ് കോർപ്പറേഷൻ, ഈ 3 കമ്പനികളുടെ ചേർന്ന് ഒരുമിച്ച് നടത്തിയിട്ടുള്ള എക്സ്പ്ലോറേഷൻ എന്നാണ് വലിയൊരു ജയൻ്റ് ആയിട്ടുള്ളൊരു ഓയിൽ റിസർവ്, ഏകദേശം 11.6 ബില്യൺ ബാരൽ ഗയാനയുടെ കോസ്റ്റിൽ നിന്നും കടൽ തീരത്തു നിന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ കണ്ടുപിടുത്ത രാജ്യത്തിൻ്റെ എക്കോണമിയെയും അല്ലെങ്കിൽ അവസ്ഥയൊക്കെ വളരെ വൻതോതിൽ മാറ്റി എന്നുള്ളൊരു
വാർത്ത നമുക്കിതിൻ്റെ കൂടൊപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ ഒരു പദ്ധതി അല്ലെങ്കിൽ ഇത് നമുക്ക് ഫലവത്താവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗയാനയിൽ കണ്ടെത്തിയ എണ്ണപ്പാടത്തേക്കാൾ വലുതായിരിക്കുമെന്നും നമ്മളുടെ പെട്രോളിയം മിനിസ്റ്റർ പറയുന്നുണ്ട്. 11.6 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഷെയറാണ് അവിടെ കണ്ടെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ 20 ഓയിൽ റിസർവുകളുടെ പട്ടികയിൽ ഗയാന ഇടം പിടിക്കുകയും ചെയ്തു ഇതോടുകൂടി. അപ്പം അങ്ങനെ രാജ്യത്തിൻ്റെ തലവര മാറി, എക്കോണമി ഒക്കെ തീർച്ചയായിട്ടും പുരോഗതിയിലേക്ക് വരും. എണ്ണ പര്യവേഷണം ആരംഭിച്ചോടെ സാമ്പത്തിക മേഖലയും കാര്യമായി മെച്ചപ്പെടും. ഇത് രണ്ട് കാര്യങ്ങളാണ് ഒരു രാജ്യത്തിന് ഇതുണ്ടെങ്കിൽ. ഒന്ന്, അവർക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അവരുടെ വിദേശ നാണ്യങ്ങൾ അവർക്ക് സംരക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും ഫോറിൻ കറൻസി നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയിൽ നടക്കുന്ന ഈ പര്യവേക്ഷണം വിജയത്തിലെത്തിക്കഴിഞ്ഞാൽ, കാരണം ഇപ്പം എണ്ണപ്പാടം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷേ അത് എക്സ്പ്ലോർ ചെയ്ത് അത് നമുക്ക് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു എന്താ പറയുക, ആ പ്രോജക്റ്റ് നമുക്ക് സക്സസ് ആയി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് വിജയത്തിലെത്തിക്കഴിഞ്ഞാൽ ഇന്ത്യക്കും സമാനമായ രീതിയിലോ അല്ലെങ്കിൽ അതിനേക്കാളിൽ മെച്ചപ്പെട്ട രീതിയിലോ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖല സമ്പദ് വ്യവസ്ഥ $3.7 ട്രില്യൺ ഉണ്ട്. അത് $4 ട്രില്യൺ എന്നൊക്കെ പറയുന്നു. ജപ്പാനെ മറികടന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇങ്ങനൊരു അവസ്ഥ നമുക്കുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്കോണമിക്ക്, സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അത് ആക്കം കൂട്ടുകയും ചെയ്യും, ഈ പറഞ്ഞ രണ്ട് രീതിയിലും. കാരണം നമുക്ക് ഇപ്പോൾ സൗദി പോലുള്ള, ഇറാഖിനെ പോലുള്ള, റഷ്യ പോലുള്ള രാജ്യങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരത്തില്ല. അല്ലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ ക്രൂഡ് ഓയിൽ കൊണ്ട് നമുക്ക് ആശ്രയിക്കേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ കുറച്ച് ആശ്രയിച്ചാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെലവഴിക്കുന്ന പണങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. അതായത് വിദേശ നാണ്യം ഡോളർ നമുക്ക് കൊടുത്തല്ല വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് കുഴിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ, അതിനുള്ള റിസർവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിദേശ രാജ്യങ്ങളെ, ഫോറിൻ നേഷൻസിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആശ്രയിക്കുന്ന അത്രയും നമുക്ക് ആശ്രയിക്കേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ റിസർവ് നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വിനിയോഗിക്കാനും സാധിക്കും, അല്ലേ? അപ്പോൾ അതാണ് ഇതിനകത്തിലെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അത് ആക്കം കൂട്ടുകയും ചെയ്യും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇത് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നിലവാരം, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുടെ പൊസിഷൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഇപ്പോഴുള്ള അവസ്ഥകൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത് ആൻഡമാൻ കടലിലെ ക്രൂഡ് ഓയിൽ സാന്നിധ്യം കണ്ടെത്താനായാൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിലവിലെ ഇറക്കുമതി കുറയ്ക്കുവാനും, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയ്ക്കത് കാരണമാവുകയും ചെയ്യും. ഇപ്പോഴത്തെ നമുക്കറിയാം 85% അല്ലെങ്കിൽ 85% കൂടുതൽ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന്. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൂന്നാമതായി ഓയിൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യം, മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ നടന്നത്. അത് തീർച്ചയായിട്ടും അമേരിക്ക ലോകത്തിലെ ഏറ്റവും ഒന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായതുകൊണ്ടും, ചൈന തൊട്ടുപുറകിലുള്ളതുകൊണ്ടും, അതുപോലെ തന്നെ പോപ്പുലേഷൻ അവിടെ കൂടുതലുള്ളതുകൊണ്ടും, ഇന്ത്യയും അതുപോലെ തന്നെ കൺസ്യൂം ചെയ്യുന്ന ആളുണ്ടല്ലോ, കൺസംഷൻ വളരെ കൂടുതലാണ് ഇന്ത്യയിലും ചൈനയിലും ഒക്കെ. അമേരിക്കയിൽ അവർക്ക് ഓയിലിൻ്റെ കൺസംഷൻ വളരെ കൂടുതലാണ്, കാരണം പോപ്പുലേഷൻ കുറവായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ഓയിൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്. അപ്പം അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 24-25 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ $242.4 ബില്യൺ എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം 20 ലക്ഷം കോടി രൂപ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് കുഴിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ഒരു വളർച്ച ഉണ്ടാണെങ്കിൽ ഈ $242.4 ബില്യൺ നിന്നൊക്കെ നമുക്ക് എത്ര ബില്യൺ ഡോളേഴ്സ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും, ഇല്ലേ? ഈ 20 ലക്ഷം കോടി രൂപ നമ്മൾ ചെലവഴിച്ചത് നമ്മുടെ രാജ്യത്ത് നമുക്കത് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും, വലിയൊരു എന്താ പറയുക, നേട്ടമായിരിക്കും നമുക്ക് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും നമുക്ക് ചിലവഴിക്കേണ്ട ആവശ്യമില്ല, ഫോറിൻ കറൻസീസ്, ഡോളേഴ്സ് ഒന്നും പറഞ്ഞാൽ. അപ്പോൾ ഈ ചിലവ് നമുക്ക് ഒഴിവാക്കാമെന്ന് മാത്രമല്ല, നമുക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വരുമാനം, വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അത് ആസ് യൂഷ്വൽ, ബിസിനസ് ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്നതാണല്ലേ.
സൗദി ആയാലും ഇറാഖായാലും റഷ്യ ആയാലും എല്ലാം എണ്ണ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വൻതോതിൽ അവർക്ക് റിസർവ് ഉണ്ട്, വൻതോതിൽ അവർക്കത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഉപയോഗങ്ങൾ കഴിഞ്ഞ് അവർക്ക് ബാക്കിയുള്ളത് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രാജ്യങ്ങളുടെ എല്ലാം വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം കൂടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിലവിൽ നമ്മുടെ രാജ്യത്ത് ആസാമിൽ, ഗുജറാത്ത്, രാജസ്ഥാൻ, മുംബൈ ഹൈ, കൃഷ്ണ ഗോദാവരി നദീതടം, ഈ സ്ഥലങ്ങളിലാണ് എണ്ണ പര്യവേഷണം നടക്കുന്നത്. ഇവിടെയൊക്കെ എണ്ണ പര്യവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, എക്സ്പെരിമെൻ്റ്. ഓയിൽ എക്സ്പ്ലോറേഷൻ തുടങ്ങിയിട്ടില്ല. അവിടെ എണ്ണ ഉണ്ട് എന്നുള്ള കണ്ടെത്തലുണ്ട്. അതിൻ്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ എക്സ്പ്ലോറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പ്ലോറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അത്ര ഈസിയായിട്ടുള്ള ജോബൊന്നുമല്ല. ഒരുപക്ഷെ ഒത്തിരി നമ്മൾ പൈസയും എഫർട്ടും ഒക്കെ ചിലവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കത് വിജയമാണ് നിർബന്ധമില്ല. അങ്ങനെ പലയിടത്ത് കുഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അടുത്ത് ഡിഗ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ ഒരിടത്ത് വിജയമായി ലഭിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇതൊരു പിന്നെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യങ്ങളാണ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് അടിയന്തര ഘട്ടങ്ങൾ ഉപയോഗിക്കുന്നതിന് വിശാഖപട്ടണം, മാംഗ്ലൂർ, പദൂർ, ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവുകളുണ്ട്. അത് പെട്രോളിയം റിസർവാണ് ശരിക്കും പറഞ്ഞാൽ. അത് വേറെ. ഇത് നമ്മൾ പറയുന്നത് എണ്ണ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പര്യവേഷണം നടത്തുകയാണ്. ഈ പറഞ്ഞത് വിശാഖപട്ടണത്തും മാംഗ്ലൂരും പദൂറും ഒക്കെ സ്ഥലങ്ങൾ നമ്മളെ ഓയിൽ റിസർവാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ മേടിച്ച് കൂട്ടുന്ന ഓയിലിൻ്റെ ഒരു ഭാഗം നമ്മൾ സ്ട്രാറ്റജിക് റിസർവായിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം ഏതെങ്കിലും എമർജൻസിയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ തക്ക രീതിയിലുള്ള ഒരു റിസർവാണ്. സ്ട്രാറ്റജിക് റിസർവ്, പെട്രോളിയം സ്ട്രാറ്റജിക് റിസർവ്. അതെല്ലാ രാജ്യങ്ങളും അത് സൂക്ഷിക്കുന്നുണ്ട്. കാരണം അവർക്ക് എമർജൻസികൾ വരുമ്പോൾ, ഇപ്പോൾ യുദ്ധം അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ ഓയിൽ കിട്ടാതെ വരുന്നൊരു അവസരത്തിൽ, ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ, ചൈന, അല്ലെങ്കിൽ ഈവൻ അമേരിക്ക വൻതോതിലുള്ള ഓയിൽ റിസർവ് ഒരു സ്ട്രാറ്റജിക് റിസർവായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കാരണം അവരുടെ രാജ്യത്തിൻ്റെ വലുപ്പവും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ആയതുകൊണ്ടും അവരുടെ തന്ത്രപരമായിട്ടുള്ള ഉപയോഗങ്ങൾ നമ്മളെക്കാളൊക്കെ കൂടുതലായതുകൊണ്ടും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഏറ്റവും വലിയ പെട്രോളിയം സ്ട്രാറ്റജിക് റിസർവ് അമേരിക്കയ്ക്ക് തന്നെയാണുള്ളത്. അപ്പോൾ ഇന്ത്യ ഈ 3 സ്ഥലങ്ങളിൽ തന്ത്രപരമായിട്ടുള്ള പെട്രോളിയം റിസർവുകൾ സൂക്ഷിക്കുന്നുണ്ട്. ഓയിൽ ഇന്ത്യ, ONGC, 2 പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, പബ്ലിക് സെക്ടറിലുള്ള, അതായത് പൊതുമേഖലയിലുള്ള 2 പ്രധാനപ്പെട്ട കമ്പനികളാണ് ഓയിൽ ഇന്ത്യയും ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷനും. അപ്പോൾ ഈ 2 കമ്പനികളുടെ സഹകരണത്തോടാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലേക്ക് കൂടി ഇപ്പോൾ ഈ പറഞ്ഞ പര്യവേഷണം എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. അവരാണ് ഇതിനെല്ലാം, കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലാണ് സംസ്ഥാന സർക്കാരുകളിലെല്ലാം. പിന്നെ ONGCക്ക് ഇപ്പോൾ 438 ഓയിൽ വെൽസ് അല്ലെങ്കിൽ എണ്ണക്കിണറുകളുണ്ട് രാജ്യത്ത്. ഇത് 37 വർഷത്തെ ഏറ്റവും വലുതാണ്. ഈ പറഞ്ഞ ഇപ്പോൾ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയുന്നത്. പര്യവേഷണത്തിന് ഏകദേശം 37,000 കോടി രൂപ ചെലവഴിച്ചതായിട്ടും കണക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പരീക്ഷണം തന്നെയാണ്. നമുക്ക് വിജയമോ പരാജയമോ നമുക്ക് ആദ്യമേ പറയാൻ സാധിക്കത്തില്ല. ഇത്തരം പരീക്ഷണങ്ങൾക്ക് വലിയ തുക ചെലവഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്കാണ്. കാരണം ഇത് സക്സസ്ഫുൾ ആകുമെന്ന് നമുക്ക് ഇവിടെയല്ല, ലോകത്ത് എവിടെയും അങ്ങനെ തന്നെയാണ്. ഒത്തിരി എഫേർട്ടിന് ശേഷമാണ് സക്സസ് ആണോ അല്ലെങ്കിൽ ഫെയിൽഡ് ആണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഗയാനയിൽ തന്നെ $100 മില്യൺ വീതം 44 എണ്ണക്കിണറുകളിലാണ് പരീക്ഷണം നടന്നത്. ഓരോ എണ്ണക്കിണറിനും $100 മില്യൺ. അപ്പോൾ എന്തുമാത്രം ചെലവഴിച്ചിട്ടാണ് 41ാമത്തെ കിണറിലാണ് എണ്ണപ്പാടം കണ്ടെത്തിയതെന്നും നമ്മുടെ മിനിസ്റ്റർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്നൊരിടത്ത് നമുക്കുണ്ടെന്നുള്ളൊരു സാധ്യത തെളിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും അബ്സല്യൂട്ടായുള്ള സക്സസ് അല്ലെങ്കിൽ 100% സക്സസ് ഒന്നും ഉണ്ടാകത്തില്ല. ഒരിടത്ത് കുഴിച്ച് കിട്ടിയില്ല, വേറെയിടത്ത് കുഴിക്കണം, അവിടെയും കിട്ടിയില്ല, അങ്ങനെ പലയിടത്ത് കുഴിച്ച് ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ 10ഉം 30ഉം അല്ലെങ്കിൽ 40ഉം ഒക്കെ എന്താണ് പറയുന്നത്, എക്സ്പ്ലോറേഷൻ അല്ല ഡിഗ്ഗിങ് കഴിഞ്ഞായിരിക്കും ചിലപ്പം ഒരു സ്ഥലത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപ നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തേ വരത്തുള്ളൂ. ഇത് സക്സസ്ഫുൾ ആകുമോ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത് ചലഞ്ചിങ് ടാസ്ക്കാണ് തീർച്ചയായിട്ടും. പക്ഷേ ഓയിലിൻ്റെ റിസർവ് ഉണ്ട് എന്നുള്ളൊരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു കണ്ടെത്തലുകളുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ
രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ഒരു ശുഭകരമായ വാർത്തയാണ് അത്. തീർച്ചയായിട്ടും വിജയകരമായി ഭവിക്കട്ടെ. കാരണം നമ്മുടെ രാജ്യത്തിന് ഈ പറഞ്ഞ രീതികളിൽ നമുക്ക് കൂടുതൽ മെച്ചമുണ്ടാക്കാനും നേട്ടമുണ്ടാക്കാനും സാധിക്കുമെങ്കിൽ അത് വളരെ വലിയ കാര്യം തന്നെ ആയിരിക്കും. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത്, ഏത് കാര്യത്തിനും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആശ്രയിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നമ്മളുടെ വിദേശ നാണ്യ ശേഖരം, ഫോറിൻ കറൻസി റിസർവ് ഒക്കെ തന്നെ ഇതിനു വേണ്ടി മാത്രം നമുക്ക് ചെലവഴിക്കേണ്ടി വരും. അപ്പം ലോകത്ത് മറ്റേതെങ്കിലും തരത്തിൽ ഗൾഫിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ എണ്ണയുടെ വില കൂടാനും ആ കൂടുന്ന വിലയ്ക്കനുസരിച്ച് നമുക്ക് കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് കൂടുതൽ നമുക്ക് ചെലവഴിക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ക്രൈസിസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മളെപ്പോലുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ എപ്പോഴും നേരിടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുമെങ്കിൽ നമ്മുടെ ആഭ്യന്തരമായിട്ട് നമുക്ക് എണ്ണ കണ്ടെത്തി നമുക്കതിനെ ഖനനം ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ ഡിഗ് ചെയ്ത് കുഴിച്ചെടുത്ത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ നമുക്കത് എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള ഉയർച്ചയ്ക്കും ഒക്കെ തന്നെ അത് സഹായകരമാകുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതും ഒരു വിജയകരമായി ഭവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കോടെ നിർത്തുന്നു. മറ്റു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.